ഇടുക്കിയിലെ ചിന്നാർ മറയൂർ റോഡിൽ വീണ്ടും വിരിഞ്ഞ് കൊമ്പൻ കാട്ടാന ഇറങ്ങി. മണിക്കൂറുകളോളം ആന റോഡിൽ നിലയുറപ്പിച്ചു എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുകയാണ്. രാഹുൽ, ഈ ആന കുഴപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കിയോ? രാഹുൽ, ഗുഡ് മോർണിംഗ്, പറയൂ വിശദാംശങ്ങൾ. ഈ ദൃശ്യങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഈ വിരിഞ്ഞ കൊമ്പൻ കാട്ടാന ഒരു കുഴപ്പക്കാരനാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഈ മറയൂരിൽ ആ വീടുകൾ ഉൾപ്പെടെ തകർത്തിട്ടുള്ള കാട്ടാനയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ കൊമ്പന്റെ പേരല്ലേ വിരിഞ്ഞ കൊമ്പൻ? അതിനെ കുറിച്ചുകൂടി ഒന്ന് പറയൂ. കാര്യം പേര് സൂപ്പറാണ്. ഈ കൊമ്പന്റെ പേരാണ് വിരിഞ്ഞ കൊമ്പൻ. ആ കൊമ്പുകൾ രണ്ടും വിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് നാട്ടുകാർ ഇട്ടിരിക്കുന്ന പേരാണ് വിരിഞ്ഞ കൊമ്പൻ. പടയപ്പയ്ക്ക് ഉള്ള പോലെ തന്നെ കൗതുകകരമായൊരു പേരാണ്. എന്തായാലും അക്രമ സ്വഭാവമുള്ള ആനയാണ്. മറയൂരിലെ വീടുകൾ ഉൾപ്പെടെ തകർത്തിട്ടുള്ള ആനയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ജാഗ്രത പാലിക്കണം ഈ ആനയെ കാണുമ്പോൾ എന്ന് കൃത്യമായും വനംവകുപ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ ഒരു ചെറിയ പ്രശ്നം കൂടി ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കാരണം ആന സ്വാഭാവികമായിട്ടും റോഡിലേക്ക് ഇറങ്ങി. എന്നാൽ ഈ ആനയെ കാണുമ്പോൾ ആളുകൾ ഒന്നെങ്കിൽ അതിന് മുൻപിൽ പെടാതെ പോവുക, വാഹനമാണ് പെടുന്നതെങ്കിൽ ആ വാഹനം എടുത്തുകൊണ്ട് വേഗം പോകാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് ആ വാഹനം അവിടെ നിർത്തി, ആന ഇപ്പോൾ അടുത്തേക്ക് വരും, അവിടെ നിർത്തൂ, ഈ ദൃശ്യങ്ങൾ പകർത്താം എന്ന രീതിയിൽ ആനയെ പ്രകോപിപ്പിച്ചുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ എടുത്തിരിക്കുന്നത്. ഒരു സ്ത്രീയാണ് ഈ ദൃശ്യങ്ങൾ എടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് ആ ദൃശ്യത്തിലെ ശബ്ദം കേട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആളുകൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ അത് വലിയ അപകടം ഉണ്ടാക്കാൻ ഒരു ഇടയാക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിരിഞ്ഞ കൊമ്പനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൊമ്പനെയൊക്കെ കാണുമ്പോൾ അതിൻ്റെ മുൻപിൽ ഇത്തരം ഒരു രീതി കാണിക്കാതെ സമാധാനമായി മര്യാദയ്ക്ക് മാറിപ്പോവുകയാണ് എങ്കിൽ ഒരു അപകടം ഒഴിവാക്കാവുന്നതാണ്. വാഹനങ്ങളൊക്കെ തടയുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം ഈ വിരിഞ്ഞ കൊമ്പൻ കാണിച്ചതാണ്. KSRTC ബസ് ഉൾപ്പെടെ തടഞ്ഞിരുന്നു. ആ ആനയ്ക്ക് മുൻപിൽ കൂടുതൽ അഭ്യാസം കാണിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ആന വീണ്ടും ഈ ചിന്നാർ മറയൂർ റോഡിൽ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. വനംവകുപ്പ് ആ പ്രദേശത്ത് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. കാരണം ഇത് ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിലൂടെയുള്ള റോഡ് കൂടിയാണ്. താങ്ക് യു. എന്തായാലും ഈ ആനയെ കാണുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ മൂന്നാർ ഭാഗത്തൊക്കെ സഞ്ചരിക്കുന്ന ആൾക്കാർ ഈ ആനയെ കാണുമ്പോൾ വാഹനങ്ങൾ നിർത്തി ഫോട്ടോ എടുക്കുന്നതും ആന ഒരു കാട്ടുമൃഗമാണ് എന്നുള്ള കാര്യം മറന്ന് ആനയോട് കളിക്കാൻ ചെല്ലുന്നതൊന്നും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല ആനയെ വഴിയിൽ കണ്ടാലും നിങ്ങളുടെ ആരോഗ്യത്തിന് അപകടം ഉണ്ടാക്കാത്ത രീതിയിൽ ആനയെ പ്രകോപിപ്പിക്കാതെ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കേണ്ടത്.